ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുയർന്നിട്ടും റോഡടച്ചുള്ള സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയും കൊച്ചിയിൽ കോൺഗ്രസുമാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച് സമ്മേളനം നടത്തിയതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വഴി നടക്കാൻ സമരം ചെയ്തവരുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ വഴിമുടക്കി സമരം ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ്. ഹൈക്കോടതി ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചില സമരങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിന് തൊട്ടരികിലും നടന്നു. തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് CPI അനുകൂല സർവീസ് സംഘടനകളുടെ ഈ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ സ്റ്റേജ് നിർമ്മിച്ച രാപ്പകൽ സമരം. വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇത് വഴിവെച്ചത്. ആ നയം കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച ശബ്ദമാണ്. 1 ലക്ഷം വരുന്ന തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ഈ ഇത്തരം നയങ്ങൾക്കെതിരായി. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നാണ് സംഘടനാ നേതാക്കളുടെ വാദം. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിൻ്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററിയാണ്, എപ്പോഴും മാറ്റുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ വഴി തടസ്സപ്പെടുത്തിയതിന് കണ്ടാൽ തിരിച്ചറിയുന്ന 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിൽ കൊച്ചിയിൽ പോലീസിന്റെ കൺമുന്നിലാണ് ഈ നിയമലംഘനം. നടപ്പാത കയ്യേറി സ്റ്റേജും കസേരയും ഇട്ട് കോൺഗ്രസ് പ്രതിഷേധം. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടു മുന്നിൽ. അതേസമയം തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച് CPIM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ 31 പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. റോഡിൽ വേദിയൊരുക്കിയതിൽ തെറ്റുപറ്റിയെന്ന് ജില്ലാ സെക്രട്ടറി. വഞ്ചൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ടൊരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രതിഷേധിക്കാനുള്ള അവകാശം ഉറപ്പായും നമുക്കുണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ വഴിമുടക്കിക്കൊണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനം.